കൊന്നപ്പൂക്കൾ വിരിയുന്ന മനസ്സിനകത്ത് കണിക്കണ്ണൻ്റെ സ്വർണ്ണരൂപം തെളിയുമ്പോൾ നന്മയുടെയും സമൃദ്ധിയുടെയും ഈ പുണ്യദിനത്തിൽ നമുക്ക് ഒരുമിച്ച് വിഷു ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു എന്നാൽ പ്രകാശത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ്. ഈ മംഗളകരമായ ദിനത്തിൽ മലയാളികളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു പുഷ്പമാണ് കണിക്കൊന്ന. സ്വർണ്ണ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന വിഷുവിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ മനോഹരമായ പുഷ്പം വിഷുവിൻ്റെ പുഷ്പമായി കണക്കാക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. വിഷുക്കാലത്ത് കേരളത്തിലെങ്ങും പൂക്കുന്ന കണിക്കൊന്ന പ്രകൃതിയുടെ പുനരുജ്ജീവനത്തെയും വസന്തകാലത്തിൻ്റെ വരവിനെയും ഓർമ്മിപ്പിക്കുന്നു. കണിക്കൊന്ന പൂക്കുന്നത് വിഷുക്കാലത്താണ് എന്നത് ഈ പുഷ്പത്തെ വിഷുവിൻ്റെ പ്രധാന ഭാഗമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. മാർച്ച് അവസാനത്തോടെയും ഏപ്രിൽ ആദ്യത്തോടെയുമാണ് കണിക്കൊന്ന സാധാരണയായി പൂവിട്ട് തുടങ്ങുന്നത്. ഈ സമയം കേരളത്തിൽ വേനൽക്കാലത്തിൻ്റെ ആരംഭം കൂടിയാണ്. വരണ്ട കാലാവസ്ഥയിലും സ്വർണ്ണ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. ഈ സമയത്താണ് വിഷു ആഘോഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കണിക്കൊന്ന വിഷുവിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു. പ്രകൃതിയുടെ ഈ മനോഹരമായ കാഴ്ച വിഷുവിൻ്റെ ഐശ്വര്യത്തെയും പ്രതീക്ഷയെയും കൂടുതൽ ദൃഢമാക്കുന്നു. കണിക്കൊന്നയുടെ പ്രധാന ആകർഷണം അതിൻ്റെ സ്വർണ്ണ നിറം തന്നെയാണ്. വിഷുവിൽ കണി കാണുന്ന വസ്തുക്കളിൽ സ്വർണത്തിന് പ്രധാന സ്ഥാനമുണ്ട്. സ്വർണം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. കണിക്കുന്ന പൂക്കളുടെ സ്വർണ്ണ നിറം ഈ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. വിഷുവിന് കണി കാണുന്ന കൂട്ടത്തിൽ കണിക്കുന്ന പൂക്കൾ വയ്ക്കുന്നത് വരും വർഷം ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞതായിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസം തലമുറകളായി കൈമാറി വരുന്ന കണിക്കൊന്നയെ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുഷ്പമാക്കി മാറ്റുന്നു. കേരളീയ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും കണിക്കൊന്നയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. വിഷു ആഘോഷങ്ങളിൽ മാത്രമല്ല, മറ്റ് പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കണിക്കൊന്ന ഉപയോഗിക്കാറുണ്ട്. വിഷുക്കണി ഒരുക്കുമ്പോൾ കണിക്കൊന്ന പൂക്കൾ നിർബന്ധമായും ഉൾപ്പെടുത്താറുണ്ട്. ഇത് വരും വർഷം സന്തോഷവും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. കൂടാതെ വിഷുവിന് ആളുകൾ പരസ്പരം സമ്മാനങ്ങൾ നൽകുമ്പോൾ അതിനോടൊപ്പം ഒരു തുണ്ട് കണിക്കൊന്ന പൂക്കൾ വയ്ക്കുന്നത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമായി കണക്കാക്കുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അരഞ്ഞാണമായി ധരിച്ചിരുന്ന സ്വർണ്ണമണികൾ ഒരു ബാലന് സമ്മാനമായി നൽകുകയും ആ മണികൾ മണ്ണിൽ വീണ് മുളച്ചുണ്ടായതാണ് കണിക്കൊന്ന എന്നാണ് വിശ്വാസം. അതിനാൽ കൊന്നപ്പൂക്കൾ ഭഗവാന്റെ പ്രിയപ്പെട്ട ആഭരണമായി കണക്കാക്കപ്പെടുന്നു. വേനൽക്കാലത്തിൻ്റെ പാരമ്യത്തിൽ പ്രകൃതി സ്വർണ്ണമണി അണിഞ്ഞു നിൽക്കുന്നത് വിഷു എത്താറായി എന്നതിൻ്റെ സൂചനയാണ്. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. കണിക്കൊന്ന വെറും ഒരു പുഷ്പം മാത്രമല്ല, അത് പ്രകൃതിയുടെ മനോഹരമായ ഒരു സമ്മാനമാണ്. വിഷുക്കാലത്ത് പൂക്കുന്ന ഈ മരം പരിസ്ഥിതിക്കും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു. ഇതിൻ്റെ പൂക്കൾ തേനീച്ചകളെയും മറ്റു പ്രാണികളെയും ആകർഷിക്കുന്നു. ഇത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ പ്രകൃതിയുമായും മനുഷ്യനുമായും അഭേദ്യമായ ബന്ധം പുലർത്തുന്ന കണിക്കൊന്ന വിഷുവിൻ്റെ പുഷ്പം എന്ന സ്ഥാനം അലങ്കരിക്കുന്നതിൽ ഒട്ടും തന്നെ അതിശോക്തിയില്ല. വിഷുക്കണിയിൽ വയ്ക്കുന്ന അഷ്ടമംഗല്യങ്ങളിൽ ഒന്നായി കണിക്കൊന്നയെ കണക്കാക്കാറുണ്ട്. ഇതില്ലാതെ ഒരു വിഷുക്കണി മലയാളിക്ക് പൂർണ്ണമല്ല.